പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായി ശക്തമായ മഴ കാണുന്നുണ്ട്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആഹാരത്തിന്റെ കാര്യം വളരെ കഷ്ടത്തിലായിരിക്കും. അവൻ അകത്ത് കയറി എല്ലാവരുമായി ഒത്തുകൂടി. അവർ തമ്മിൽ ചർച്ചകൾ തുടങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ ധാന്യങ്ങൾ ശേഖരിക്കാമെന്നായിരുന്നു അവരുടെ ആ ചർച്ച. പിന്നീട് അതിനുവേണ്ടിയുള്ള യാത്രയായിരുന്നു. കുറച്ച് ദൂരം സഞ്ചരിച്ച ശേഷം കുറച്ച് അരിമണികൾ അങ്ങിങ്ങായി കാണപ്പെട്ടു. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ പച്ചക്കറികളും മറ്റും കണ്ടു. അവ ഓരോന്നായി അവർ ശേഖരിക്കാൻ തുടങ്ങി. ശേഷം ആ വസ്തുക്കൾ അവർ അവരുടെ തലയിൽ ചുമന്നുകൊണ്ട് യാത്ര തുടങ്ങി. എങ്ങും ഇരുട്ടായിരിക്കുന്നു. എങ്കിലും മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ യാത്ര എളുപ്പമായിരുന്നു. അവർ നടന്ന് അടിവാരത്തിലെത്തി. ഇനിയും മുകളിലേക്ക് എത്തണം. ഇടിവെട്ടിന്റെ ശബ്ദം നല്ലപോലെ മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ വസ്തുക്കൾ പറന്നു നടക്കുന്ന പോലെ അവർക്ക് തോന്നി. നല്ല ഭാരമുള്ള വലിയ വൃത്താകൃതിയിലുള്ള ഒരു വസ്തു. അതെങ്ങാനും അവരുടെ മുകളിലേക്ക് വീണാൽ മരണമുറപ്പ്. പക്ഷെ അതൊന്നും വകവെക്കാതെ അവർ മുന്നോട്ട് തന്നെ നടക്കാൻ തുടങ്ങി. പാതി വഴി എത്തിയപ്പോഴാണ് അവർ ഓരോരുത്തരായി മരിക്കുന്നത് അവൻ കാണുന്നത്. അവൻ നിരയുടെ മധ്യഭാഗത്തായിട്ടാണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഒന്നും കണ്ടിരുന്നില്ല. അങ്ങനെ നടന്ന് അടുത്തെത്തിയപ്പോഴാണ് ഭീമാകാരമായ ഒരു വസ്തു അവരുടെ വഴി മധ്യ കടന്നു പോകുന്നത് കണ്ടത്. പിന്നെയും അവൻ മുന്നോട്ട് തന്നെ പോയി. പ്രതിസന്ധികൾ വരുമ്പോൾ തിരിഞ്ഞോടാൻ അവൻ തയ്യാറായിരുന്നില്ല. എന്ത് തന്നെ സംഭവിച്ചാലും മുന്നോട്ട് തന്നെ. നടന്നു തുടങ്ങിയപ്പോഴാണ് അവനൊരു ബുദ്ധി ഉദിച്ചത്. വിജനമായ വഴിയായതിനാൽ യാത്രയുടെ ദിശയൊന്ന് തിരിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്താമെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ ആ കുഞ്ഞുറുമ്പ് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മറ്റുള്ളവരെയും രക്ഷിച്ചു. അങ്ങനെ അവർ അവരുടെ വാസസ്ഥലത്തേക്ക് എത്തി. ഒരു വാതിലടയുമ്പോൾ 9 വാതിൽ തുറക്കുമെന്നാണല്ലോ. ഉറുമ്പുകൾ ഭിത്തിയിലൂടെ കയറുന്നത് കണ്ട് കൗതുകം തോന്നിയ പോലെ വരച്ച് കളിച്ചതാണ്. വിനോദത്തിനോ നേരം പോക്കിനോ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു പോലും ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചെന്ന് വരില്ല. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ കലഹത്തിൽ അവർ വലിച്ചെറിഞ്ഞ ധാന്യങ്ങളും പച്ചക്കറികളുമാണ് ഉറുമ്പുകൾക്ക് ശേഖരമായി മാറിയത്. അതെ, മനുഷ്യരുടെ തലച്ചോറാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്.